അന്നും ഇന്നും തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സിൽക്ക് സ്മിത ഉണ്ടാക്കിയ ഓളം വേറൊരു നടിയും ഉണ്ടാക്കിയിട്ടില്ല. 80കളിലെ മുൻനിര നടിയായിരുന്നു സിൽക്ക്. ബ്രിഗേഡ് നായികയായിട്ടാണ് മുദ്ര കുത്തപ്പെട്ടത്. സിനിമകളിൽ ഐറ്റം ഡാൻസും ഗ്ലാമറസ് വേഷങ്ങളുമൊക്കെ ചെയ്താണ് നടി തരംഗമാവുന്നത്. പോസ്റ്ററിൽ സിൽക്കിന്റെ മുഖമുണ്ടെങ്കിൽ തന്നെ തിയേറ്ററിലേക്ക് ആള് കൂടുമെന്നുള്ള അവസ്ഥയിലായിരുന്നു അക്കാലത്ത്. രജനീകാന്ത്, കമൽഹാസൻ, വിജയകാന്ത്, പ്രഭു, സത്യരാജ്, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി തമിഴിലും മലയാളത്തിലുമടക്കം സൂപ്പർ താരങ്ങളുടെ സിനിമകളുടെ വിജയത്തിന് പോലും സിൽക്ക് സ്മിത ആവശ്യമായിരുന്നു. ഈ സിനിമകളിൽ ഒന്നോ രണ്ടോ രംഗങ്ങളിൽ മാത്രം അഭിനയിക്കുകയും അതിനൊപ്പം കിടിലനൊരു പാട്ട് സീനിൽ നൃത്തം ചെയ്യുന്നതുമാണ് സിൽക്കിന്റെ റോൾ. ഈ സിനിമകളെല്ലാം വലിയ വിജയമാവുകയും ചെയ്യും. അതേസമയം കമൽഹാസനൊപ്പം അഭിനയിച്ച സിനിമയിൽ നിന്നും ഇറങ്ങിപ്പോരണമെന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരിക്കൽ സിൽക്ക് സ്മിത വെളിപ്പെടുത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സിനിമയിൽ നിന്നും നേരിട്ട അനുഭവം സിൽക്ക് പങ്കുവച്ചത്. തമിഴ് സിനിമാ ലോകം സിൽക്ക് സ്മിതയെ ഗ്ലാമറസ് നായികയായി മാത്രമാണ് കണ്ടിരുന്നത്. ഗ്രാമീണ വേഷങ്ങളാണെങ്കിൽ പോലും ഗ്ലാമറസായി നൃത്തം ചെയ്യുന്ന നടിക്കുള്ള അവസരങ്ങൾ മാത്രമാണ് സിൽക്കിന് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ നടിക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ നൽകിയത് ഛായാഗ്രാഹകനും സംവിധായകനുമായ ബാലു മഹേന്ദ്രയാണ്. ടൗണിൽ ജീവിക്കുന്ന യുവതിയുടെയും പണക്കാരിയായ സ്ത്രീയുടെയും ഒക്കെ റോളുകൾ സിൽക്ക് അഭിനയിച്ചത് ബാലുവിന്റെ സിനിമകളിലായിരുന്നു. ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത് ശ്രീദേവി നായികയായി അഭിനയിച്ച സിനിമയിൽ സിൽക്ക് സ്മിതയെ അഭിനയിച്ചിരുന്നു. ചിത്രത്തിലെ നായകനായ കമൽഹാസന്റെ കഥാപാത്രത്തെ മോഹിക്കുന്ന ഒരു ധനികയായ സ്ത്രീയുടെ വേഷമാണ് അവതരിപ്പിച്ചത്. മാത്രമല്ല ഈ സിനിമയിൽ പൊന്മേനി ഉരുകുതേ എന്ന ഗാനത്തിലും സിൽക്കിന്റെ കിടിലനൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ ഗാനത്തിലെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോവാൻ തോന്നിയതായി സിൽക്ക് പറഞ്ഞത്. ഊട്ടിയിൽ വെച്ചായിരുന്നു ആ ഗാനരംഗം ചിത്രീകരിച്ചത്. അതിൽ കമലിനൊപ്പം നൃത്തം ചെയ്യുമ്പോൾ ഞാൻ കരയുകയായിരുന്നു. കാരണം വസ്ത്രമില്ലാതെയും കാലിൽ ചെരുപ്പ് പോലുമില്ലാതെയാണ് അന്നവിടെ അഭിനയിച്ചത്. ഊട്ടിയിലെ തണുപ്പ് കാരണം കരച്ചിൽ വന്നുപോയി. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പോലും താൻ ചിന്തിച്ചിട്ടുണ്ടെന്നാണ് സിൽക്ക് പറഞ്ഞത്. എന്നാൽ പിന്നീട് തന്റെ കഥാപാത്രത്തെ സ്ക്രീനിൽ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. തിയേറ്ററിൽ ആ പാട്ടിന് ആരാധകരുടെ പ്രതികരണം കണ്ടപ്പോൾ എന്റെ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ മറന്നു. ആ ചിത്രത്തിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല വേഷങ്ങൾ ലഭിച്ചു എന്ന് സിൽക്ക് സ്മിത പറഞ്ഞു. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.